ഹലോ, വെൽക്കം ടു ചിത്ത ബ്യൂട്ടി ലൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ടേബിളിൽ കിടക്കുന്ന ഈ ഒരു ടീഷർട്ട് ഉപയോഗപ്രദമാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഈ ടീഷർട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു A4 എടുത്തിട്ടുണ്ട്. അതിന് A4ൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ കൈ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമുക്കൊരു കട്ടൗട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ A4 എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടി ഈസിലി കട്ട് ചെയ്തെടുക്കാൻ പറ്റണം, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റണം. അപ്പം ആദ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും കൂടി ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തയ്യൽ അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത് പോലെ നിങ്ങളൊരു A4 ഷീറ്റ് എടുക്കുക. അതിനുശേഷം കൈ നമുക്ക് പ്ലേസ് ചെയ്യാം. കുറച്ചുകൂടി വിരിച്ചിട്ട് വേണം കൈവെക്കാൻ, വിടർന്നിരിക്കണം നമ്മുടെ വിരലുകളൊക്കെ, അല്ലാതെ ഇങ്ങനെ പതിച്ച് വെക്കരുത്. അപ്പോൾ നമ്മുടെ ഗ്ലൗസ് ചെറുതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മാർക്കർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് വരച്ചെടുക്കാം. നമുക്ക് കിച്ചൺ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ ഓവൻ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു ഗ്ലൗസിൻ്റെ രീതി എങ്ങനെയാണ് വരികയെന്ന്. ഈ ഒരു തമ്പിൻ്റെ പോർഷനിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ 4 വിരലുകളും പിന്നീട് ഒന്നിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് വലിപ്പത്തിലാണ് ലേ ഔട്ട് വരച്ചെടുക്കുക. കണ്ടില്ലേ, നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വലിപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോകണം. അറിവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ഈസി ആയിട്ടൊരു ഗ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെ ഒരു ഭീമൻ്റെ കൈയാണ് ഞാൻ എൻ്റെ കൈ വെച്ച് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീഷർട്ടിൽ നിന്ന് ഈ ഒരു A4 ഷീറ്റ്, നമ്മൾ ഓൾറെഡി ലേ ഔട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഒരു A4 ഷീറ്റ് ഉണ്ട്, അതിലും കുറച്ചുകൂടി കൂടുതൽ വലിപ്പത്തിൽ ഈ ഒരു ടീഷർട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു A4ൻ്റെ വലുപ്പത്തിൽ നിന്ന് ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു A4ൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു ടീഷർട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ലേ ഔട്ട് പോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു A4 ആ ടീഷർട്ടിന് മുകളിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ചോക്ക് ഉപയോഗിച്ച് ആ കറക്റ്റായിട്ട് ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവാം. കണ്ടില്ലേ, മാർക്ക് ചെയ്ത പോർഷൻ സ്കെയിൽ വെച്ചിട്ട് അളന്ന് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിഷ്വലൈസ്ഡ് ആണല്ലോ എന്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത്. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ, അതിലും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഈ ഒരു A4 ഷീറ്റിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൈയുടെ അളവ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലൗസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടുന്നത് ഈ ഒരു ടീഷർട്ടിൽ നമ്മൾ വരച്ച ആ ഒരു റെക്റ്റാങ്കുലർ സ്പേസ് ഇല്ലേ, അതുകൂടി കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടീഷർട്ട് നമ്മൾ മുറിച്ച് കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് എത്ര ലെയർ വേണമെന്ന് തീരുമാനിക്കാം. എത്ര കട്ടിയുള്ള ഒരു ഗ്ലൗസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാൻ പോകുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ടീഷർട്ടിന് കുറച്ച് കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഒരു പഴയ നൈറ്റി തുണി കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 2 ലെയർ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൗസിന് കുറച്ചുകൂടി നല്ല കട്ടി കിട്ടും. അത്യാവശ്യം നല്ല കട്ടിയുള്ള ടീഷർട്ട് ആണെങ്കിലും നിങ്ങൾ 1 or 2 ലെയർ കൂടുതൽ വെക്കുന്നത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ പീസാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കും. കണ്ടല്ലോ, കറക്റ്റായിട്ട് മടങ്ങി വരുന്നത് എങ്ങനെയാണെന്ന്. ജസ്റ്റ് അത് വിരിച്ചിടുന്നു, എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നു. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടീഷർട്ടിൻ്റെ പീസ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതേ ഇതിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി അളവായി കഴിഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിനി ഒട്ടും തയ്യൽ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ ഇതുപോലൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. എന്തായാലും ഒരു ഗ്ലൗസ് തയ്ക്കാൻ വലിയ പാടൊന്നുമില്ല എന്തായാലും. അപ്പോൾ നോക്ക് നിങ്ങൾ ആ ഒരു 2 ലെയർ നമുക്ക് ടീഷർട്ടിൽ നിന്ന് കിട്ടിയ 2 ലെയറാണ്. അപ്പോൾ ഈ ഒരു മാക്സി തുണി വെട്ടിയത് നമുക്ക് ഒരു 4 ലെയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് മടക്കിയ സൈഡ് നമ്മളൊന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്ത് അത് കറക്റ്റ് ഒരു 4 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമുക്കൊരു 4 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 പീസ് നമ്മൾ അതിൽ നിന്ന് മാറ്റി വയ്ക്കും.
ബാക്കി ഈ ഒരു നൈറ്റിയുടെ 2 പീസും അതുപോലെ തന്നെ ടീഷർട്ടിൻ്റെ ഒരു പീസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഒരു ഭാഗം ആദ്യം തയ്ച്ചെടുക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? 2 നൈറ്റിയുടെ പീസ് മാറ്റി മാറ്റി എടുത്തിരിക്കുന്ന കണ്ടില്ലേ, അത് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടീഷർട്ടിൻ്റെ തുണി കൂടി അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഗ്ലൗസിൻ്റെ ഒരു വശം. ഇനി അപ്പോൾ ആ ഒരു വശം നമ്മൾ ആദ്യം സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സ്കെയിലാണ്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് ഡിസ്റ്റൻസിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു സ്കെയിലിൻ്റെ അളവിൽ തന്നെയാണ് കേട്ടോ ആ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആ രണ്ടിലും സ്കെയിൽ വയ്ക്കുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വരച്ച് ഫുൾ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ആ ഒരു സ്കെയിലിൻ്റെ കറക്റ്റ് ഇടവറ്റ് ആ ഒരു സ്പേസ് സ്കെയിലിൻ്റെ ആ ഒരു തിക്നെസ്സാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ മുഴുവൻ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ചു വരയ്ക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന്. കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ ജസ്റ്റ് ചോക്ക് കൊണ്ട് വരച്ചെടുക്കും കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഇല്ലേ, ഇത് ഫുള്ള് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിയ ആ ഒരു നൈറ്റി തുണിയുടെ ഒരു നല്ല പീസ്, അതായത് ഫ്രണ്ടിൽ ആ ഒരു നല്ല പീസ് വരണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ആ 2 പീസും 3 നമ്മൾ ലെയർ തിരിച്ച് വെച്ചതാണല്ലേ, അത് രണ്ടും അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു വരയിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ക്രോസ് സെക്ഷനിൽ തന്നെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അളവെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ വെട്ടുന്നത് ഇപ്പോഴല്ല കേട്ടോ. ഈ ഒരു ബോർഡർ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കറക്റ്റായിട്ട് ആ ഒരു വരച്ചെടുക്കുന്ന പോർഷൻ ഒരു അറേഞ്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് വരച്ചെടുക്കുന്നത്. അങ്ങനെ വരച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിന് ചോക്ക് കൊണ്ട് വരച്ച് അവിടെ വെച്ച് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിസർ എടുക്കാം, കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കണം നമ്മളിവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതിലൂടെ കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റിച്ചിൽ കൂടി അത് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടേക്കൊന്ന് മാറ്റി വയ്ക്കുക. നമ്മളിനി ആ ബാക്കി വന്ന ടീഷർട്ട് കൊണ്ട് ഇതിന് പെയറായിട്ട് ഒരു കിച്ചൺ ടവൽ കൂടി തയ്ച്ചെടുക്കാൻ പോവുകയാണ്. അതായത് ആ ഒരു ഗ്ലൗസിന് പെയർ ചെയ്യുന്ന രീതിക്ക് ഒരു കിച്ചൺ ടവലും. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് ഷോ ചെയ്യാം കേട്ടോ, അത് ഫുൾ അടിച്ച് വന്നിട്ട്. അപ്പം ഈ ഒരു കിച്ചൺ ടവൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് കട്ടിയിൽ തന്നെ വേണം കിച്ചൺ ടവൽ. അപ്പോൾ നമുക്ക് പഴയ മാക്സി തുണി നമ്മുടെ കയ്യിലുണ്ട്, ഈ ഒരു ടീഷർട്ടിൻ്റെ തുണിയുണ്ട്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേ രീതിയിൽ തന്നെ മാക്സി തുണിയും ഈ ഒരു അളവിൽ 4 സെക്ഷൻ നമ്മൾ അത് ഗ്ലൗസിന് യൂസ് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലൗസിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കറക്റ്റ് അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പെയറായിട്ട് ഒരു ഗ്ലൗസും കിച്ചൺ ടവലും ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബനിയൻ തുണി നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഒരു മാക്സി തുണിയാണ്. അപ്പോൾ ഏകദേശം രണ്ടും കൂടി അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 4 ലെയർ തുണി കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ബനിയൻ തുണിയുടെ നല്ല ഭാഗം ആദ്യം വെക്കുകയും അതുപോലെ തന്നെ അടുത്ത നല്ല ഭാഗം അവസാനം വെക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? കണ്ടില്ലേ, ഇപ്പോൾ വെച്ചിരിക്കുന്നത് പോലെ ആദ്യത്തെ ആ ഒരു ബ്ലാക്ക് പോർഷൻ ആദ്യം വരുന്നുണ്ട്, അവസാനം ആയിട്ടാണ് മറ്റേ ബ്ലാക്ക് പോർഷൻ നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരു 4 ലെയർ വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൗസിന് വേണ്ടിയിട്ട് ചോക്ക് കൊണ്ട് വരച്ചില്ലേ, അതുപോലെ തന്നെ സെയിമാണ് ഇവിടെയും വരയ്ക്കുന്നത്. ആ മുകളിൽ നിന്ന് താഴെ വരെ ആ ഒരു സ്കെയിലിൻ്റെ അകലത്തിലും നമ്മൾ താഴേക്ക് വരച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതിപ്പോൾ ആ മുകളിൽ നിന്ന് ആ കോർണറിൽ തുടങ്ങി ഇങ്ങേ കോർണർ വരെ ഗ്ലൗസിന് ചെയ്ത സെയിം രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കൃത്യമായിട്ട് വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ബനിയൻ തുണിയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കും. അത് നമുക്ക് നമ്മുടെ ഒരു കിച്ചൺ ടവലിന് ബോർഡറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫുള്ള് വരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കിച്ചൺ ടവലിന് വേണ്ടിയിട്ട് ബോർഡർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇത്രയും ഭാഗം ആ ഒരു പഴയ ടീഷർട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് ആ ഒരു ടീഷർട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ടീഷർട്ട് നമുക്ക് 2 ഗ്ലൗസും ഒരു കിച്ചൺ ടവലും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു 4 ലെയർ വരുന്ന ഈ ഒരു കിച്ചൺ ടവൽ ഒന്നിച്ചല്ല നമ്മൾ അടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു മാക്സിയുടെ ലെയറും ഒരു കിച്ചൺ ലെയറും കൂടിയാണ് ഈ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ. അത് മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് 2 ലെയറായിട്ടാണ് നമുക്ക് കിച്ചൺ ടവലിൽ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പഴയ ടീഷർട്ടിൽ നിന്ന് ഒരു കുറച്ച് പീസ് കൂടി കട്ട് ചെയ്തെടുക്കും. ഈ ഒരു വലിപ്പത്തിൽ മതി കേട്ടോ. അത് നമുക്ക് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവരുന്നത് ഒരു മാക്സി തുണിയും ഒരു ടീഷർട്ടിൻ്റെ ലെയറും അതേപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ 4 ലെയർ ഉണ്ട്. അത് നമ്മൾ രണ്ടായിട്ടാണ് അടിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് അടിക്കുന്നത് രണ്ടായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അതിന് ശേഷമുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ലേസ് കൂടി അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇത് അടിച്ചുകൊണ്ട് വന്ന ഒരു ലെയറാണ്, ഇത് രണ്ടാമത്തെ ലെയർ. ഇപ്പോൾ അടിച്ചുകൊണ്ട് വന്ന ഈ ഒരു രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് വീതം ബോർഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ ബോർഡർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് സ്കെയിൽ വെച്ച് കറക്റ്റായിട്ടൊന്ന് വരച്ച് യോജിപ്പിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു ലേസ് വെച്ചത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വരച്ച് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഉള്ളിലേക്ക് തന്നെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ലേസ് യോജിപ്പിക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ച് വലുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ലേസ് വയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എക്സസ് ആയിട്ടുള്ള പോർഷൻസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മുടെ രണ്ടാമത്തെ ലെയറിലും നടത്തുന്നുണ്ട്. അപ്പോൾ നോക്ക് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടില്ലേ? ഇനി നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ലെയർ, അതായത് 2 ലെയറായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലത് ഉൾവശത്ത് വരുന്ന രീതിക്ക് ഇനി തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളൊരു കിച്ചൺ ടവലിന് വേണ്ടി നമ്മൾ 4 ലെയർ കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ കറക്റ്റ് 4 ലെയറായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 ലെയറായിട്ട് തയ്ച്ച് നമ്മൾ കൊണ്ടുവന്നത് ഒന്നുകൂടി അറ്റാച്ച് ചെയ്ത് തയ്ക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക് ആ ചോക്ക് കൊണ്ട് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന്. ഈ ഒരു 1 ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ വീണ്ടും ഒരു ബോർഡർ വരയ്ക്കുന്നു. പക്ഷേ ഈ മാർക്ക് ചെയ്ത 2 പോയിൻ്റ് നിങ്ങൾ കണ്ടില്ലേ, അവിടെ നമ്മൾ തയ്ക്കുന്നില്ല. കാരണം നമുക്ക് ആ ഒരു വഴിയിൽ കൂടി വേണം നമ്മളുടെ നല്ല വശം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ തയ്ക്കുന്നില്ല. നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ടീഷർട്ടിൽ ലേസ് വരെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം തയ്ച്ചുകൊണ്ട് വരുന്ന ഒരു കിച്ചൺ ടവലാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് ഈ ആ ഒരു 4 ലെയറും നമ്മൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് വിടും. കട്ട് ചെയ്ത് വിടുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് ആ ഒരു കിച്ചൺ ടവൽ പുറത്തേക്ക് ഇറങ്ങിയാലും കറക്റ്റ് ഒരു ലെവലിൽ നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഈ ഒരു തയ്യൽ തുമ്പ് അവിടെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് വൃത്തികേടായിരിക്കും. അതിന് കറക്റ്റായിട്ടൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിനോട് ചേർന്ന് നമ്മളതെല്ലാം വെട്ടിയെടുക്കുകയാണ്. അത് വെട്ടി മാറ്റാം നമുക്ക്. അങ്ങനെ അത് വെട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു തയ്ക്കാത്തൊരു പോർഷൻ ഇല്ലേ, നമ്മൾ മാർക്ക് ചെയ്തൊരു പോർഷൻ കണ്ടില്ലേ, ഇതിൽ കൈയിട്ട് നമുക്ക് ഉള്ളിലുള്ള നല്ല പോർഷൻ, ലേസ് വെച്ച് അടിച്ച പോർഷൻ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലേസ് വെച്ച് ബോർഡറുള്ള നല്ലൊരു കിച്ചൺ ടവൽ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്ക് അതിൻ്റെ ഒരു വശം വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു അടിക്കാത്ത വശം ഇല്ലേ, ആ ഒരു ഭാഗം, ഉള്ളിലുള്ള ഭാഗം വലിച്ച് പുറത്തേക്ക് ഇട്ട് ആ ഒരു ഹോൾ കൂടി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊരു എക്സാക്ട് ഫിനിഷിങ്ങിൽ നമുക്ക് അടിപൊളി ഒരു ടവലായിട്ട് കിട്ടും. കണ്ടില്ലേ? ആ ഒരു മൊത്തം ഉള്ളിലുള്ള തയ്യൽ തുമ്പെല്ലാം വെട്ടിക്കളഞ്ഞപ്പോൾ കറക്റ്റായിട്ട് പതിഞ്ഞ് ലെയേഴ്സ് വന്നിട്ടുള്ള ഒരു കിച്ചൺ ടവൽ നമുക്ക് കിട്ടി. നമ്മുടെ ഗ്ലൗസിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകണ്ട. അതിലും ഇതുപോലെ ഒരു പീസ് വെച്ച് ബോർഡർ എടുക്കുന്നുണ്ട്. ബോർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലേസ് കൂടെ വെച്ച് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഗ്ലൗസ് അടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ മുകളിലുള്ള തയ്യൽ തുമ്പ് കൂടി നമ്മൾ ഇതേ രീതിയിൽ തന്നെ വെട്ടിക്കൊടുക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തിനാണെന്നുള്ളത്. നമ്മുടെ ഗ്ലൗസ് കുറച്ച് പതിഞ്ഞിരിക്കാനും ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് വിടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് തോന്നും, കാര്യം ഇത് തട്ടി നിന്നിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഗ്ലൗസിന് ബോർഡർ വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലേസും വെച്ചിട്ടുണ്ട് ആ ബോർഡറിനൊപ്പം. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൗസിൻ്റെ ഇപ്പോൾ ഉൾവശമാണല്ലോ മുകളിൽ വന്നിരിക്കുന്നത്, അത് കുറച്ചുകൂടി
ഉള്ളിലേക്ക് കൈയിട്ട് നമുക്കത് കറക്റ്റായിട്ട് എടുക്കാം. നമുക്ക് ഗ്ലൗസ് കയ്യിലിട്ടിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഗ്ലൗസിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ഉൾവശമല്ലേ മുകളിൽ വന്നിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൗസ് കറക്റ്റായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ടവലിന് വെച്ച് കൊടുത്തതുപോലെ ഒരു ലേസ് അല്പം തുണിയെടുത്ത് മടക്കി ഇതിനോടൊപ്പം ചേർത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ഗ്ലൗസായിട്ട് അത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ കയ്യിലിട്ട് കഴിയുമ്പോൾ അതിനുള്ള ഒരു കട്ടിയുള്ള ഒരു നല്ല ഗ്ലൗസാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നല്ലൊരു പെയറായിട്ടുള്ള ഒരു കിച്ചൺ ടവലും ഒരു ഗ്ലൗസും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കിച്ചൺ ടവലിൻ്റെയും ഈ ഒരു ഗ്ലൗസിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആസ് എ ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്